നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കട്ടപ്പന ഡിഇ ഓഫീസിലെ അഴിമതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട വിവിധ സംഘടനകൾ ഡിഇ ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം ഓഫീസിലെത്തിയ അധ്യാപികയോട് ഡിഇഒ മോശമായി പെരുമാറിയിരുന്നു. ഇതോടെയാണ് പ്രതിഷേധം ശക്തമായത്. പീരുമേട് താലൂക്കിലെ തകർന്നു വീഴാറായതും ചോർന്നൊലിക്കുന്നതുമായ ലയങ്ങൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പിനോടും ലേബർ കമ്മീഷണറോടും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നടപടി അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് സമർപ്പിച്ച നിവേദനത്തെ തുടർന്ന്. വിവിധ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുടെ ഉദ്ഘാടനം നടൻ മോഹൻലാൽ നിർവഹിച്ചു. പദ്ധതിയുമായി തുടർന്നും സഹകരിക്കുമെന്ന് അദ്ദേഹം. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ വെള്ളയാംകുടിയിൽ നിർമ്മിക്കുന്ന ഭവനരഹിതർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന് ഒച്ചിഴയും വേഗം. ലൈഫ് ഭവന പദ്ധതി വഴി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നത് 44ഓളം ഭവനരഹിതരായ കുടുംബങ്ങൾക്ക്. നിർമ്മാണത്തിന് ഇറക്കിയിട്ടിരിക്കുന്ന സാധന സാമഗ്രികളടക്കം നശിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പരാതി. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന ഡിഇ ഓഫീസിലെ അഴിമതികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഇ ഓഫീസ് ഉപരോധിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതിലിച്ചിറ ധർണ ഉദ്ഘാടനം ചെയ്തു. അധ്യാപികയോട് അപമര്യാദയായി പെരുമാറിയ കട്ടപ്പന ഡിഇഒയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക, ഡിഇ ഓഫീസിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുക, അധ്യാപകരുടെ നിയമനം തടഞ്ഞുവയ്ക്കുന്ന സമീപനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഇ ഓഫീസ് ഉപരോധിച്ചത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതിലിച്ചിറ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു കാരണവശാലും ഇനി ഈ ഓഫീസിൽ തുടരുവാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ അനുവദിക്കുന്നതല്ല എന്ന് KSUവിന് വേണ്ടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഇത് എവിടെ നിന്നുണ്ടായി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മുഴുവൻ, ആ വിദ്യാഭ്യാസ വകുപ്പ് മുഴുവൻ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ കൊണ്ട് നിറച്ച് കഴിവുകെട്ട ഒരു മന്ത്രിക്ക് ചാർജ് കൊടുത്ത് ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഈ വകുപ്പിനെ നശിപ്പിക്കുവാനായി കഴിഞ്ഞ 8 വർഷത്തെ ഭരണത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞു. അതാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കണ്ടുവരുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡിഇ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ജോയ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സിബി മാത്യു, ടിനുമോൻ ദേവസ്യ, റോബിൻ ജോർജ്, അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ MM, സൂര്യ CS, ഡെബിൻ ബിജു, അഭിലാഷ് വാലുമേൽ, തോമസ് സിബി, അനൽമോൻ സെബാസ്റ്റ്യൻ, ജസ്റ്റിൻ ജോർജ് എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ഡിഇ ഓഫീസിലെത്തുന്ന അധ്യാപകരെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഡിഇഒയുടെ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KPST ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. കട്ടപ്പന നഗരസഭ മുൻ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ഡിഇ ഓഫീസിലെത്തിയ വലിയ തോവാള സ്കൂളിലെ അധ്യാപികയോട് ഡിഇഒ മോശമായി പെരുമാറിയിരുന്നു. തുടർന്ന് അധ്യാപിക കുഴിഞ്ഞു വീഴുകയുണ്ടായി. അധ്യാപികയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായിട്ടാണ് KPSTയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ജോയി ആനത്തോട്ടം സമരം ഉദ്ഘാടനം ചെയ്തു. ഒന്ന് മതിയായ ജീവനക്കാരില്ല. ഈ പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു നിയമനങ്ങളും സർക്കാർ നടത്തുന്നില്ല. ഇപ്പൊ എത്രയോ വർഷമായി നമ്മൾ പറയുന്നു 2 ലക്ഷം കൊടുത്തു, 3 ലക്ഷം കൊടുത്തു, 5 ലക്ഷം പേർക്ക് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതൊന്നും നടക്കത്തില്ല എന്ന് ഇവിടുത്തെ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ മാടമ്പി സ്വഭാവം
ചില ഉദ്യോഗസ്ഥന്മാർ അതിന് മുകളിൽ തൊട്ട് തുടങ്ങി താഴേക്ക് വരുമ്പോഴത്തേനും അത് കൂടുതൽ സൂക്ഷ്മമാവുകയാണ്. മാനുഷിക മുഖം നഷ്ടപ്പെടുകയാണ്. സഹപ്രവർത്തകരാരാണെന്ന്, കൂടെയുള്ളവരാരാണെന്ന്, അവരുടെ ജോലി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, അതിൻ്റെ ഭരണ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട് എങ്കിൽ ഇതാരാണ് ഇനി നന്നാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത് നന്നാക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ അതിൻ്റെ അവസ്ഥയാണ് ഇന്ന് ഈ അധ്യാപകര് ഈ DE ഓഫീസിന്റെ വാതിലേക്ക് നിൽക്കുന്നത്. ഇത് DE ഓഫീസിൽ മാത്രമല്ല. KPST ജില്ലാ പ്രസിഡന്റ് ആറ്റ്ലി VK അധ്യക്ഷനായിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ S. സുരേഷ് കുമാർ, ജോർജ് ജേക്കബ്, സംസ്ഥാന സമിതി അംഗം ജോയി ആൻഡ്രൂസ്, ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, ജില്ലാ ട്രഷറർ ജോസ് K. സെബാസ്റ്റ്യൻ, T. സതീഷ്, ഡിൻഡോമോൻ ജോസ്, സതീഷ് വർക്കി, ആനന്ദ് A. കോട്ടിരി, അനീഷ് ആനന്ദ് തുടങ്ങിയ നിരവധി ആളുകൾ സംസാരിച്ചു. ചെറിയ തടസ്സവാദങ്ങൾ പറഞ്ഞ് പെൻ നമ്പർ അനുവദിക്കാതിരിക്കുന്ന സാഹചര്യം വരെ DE ഓഫീസിലുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. കട്ടപ്പന DEOയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംസ്കൃത അധ്യാപക ഫെഡറേഷൻ, കാഞ്ഞിരപ്പള്ളി രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ്, ദേശീയ അധ്യാപക യൂണിയൻ, KSSTF എന്നീ അധ്യാപക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ DE ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. നിയമനത്തിന്റെ കാര്യം അന്വേഷിക്കാനെത്തിയ അധ്യാപികയ്ക്കെതിരെ അതിക്രമം നടത്തിയ കട്ടപ്പന DEOയ്ക്കെതിരെയാണ് സംസ്കൃത അധ്യാപക ഫെഡറേഷൻ, കാഞ്ഞിരപ്പള്ളി രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ്, ദേശീയ അധ്യാപക യൂണിയൻ, KSSTF എന്നീ അധ്യാപക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ധർണ നടന്നത്. സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മനാഭൻ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ടീച്ചർ വന്നത് ലീവ് എടുത്തിട്ടാണോ അതോ ഹെഡ് മിസ്ട്രസിന്റെ അനുമതിയോടുകൂടിയാണോ, ഇതൊന്നും ആലോചിക്കാതെ, അതുമാത്രമല്ല ശനിയാഴ്ച ദിവസം കേരളത്തിലെ എല്ലാ സംസ്കൃത അധ്യാപകരും ലീവ് എടുത്തുകൊണ്ട്, നമ്മുടെ അധിക പ്രവൃത്തി ദിവസത്തിനെതിരെ ലീവ് എടുത്തുകൊണ്ട് പ്രതിഷേധം നടത്തിയ ദിവസമാണ്. അന്നത്തെ ദിവസമാണ് ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ ആ ടീച്ചറെയാണ് സ്കൂൾ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതിന്റെ പേരിൽ തന്റെ അധികാരത്തിന്റെ അഹങ്കാരം കൊണ്ട് വളരെ നിഷ്ഠൂരമായിട്ടുള്ള വാക്കുകളിലൂടെ ടീച്ചറെ വേദനിപ്പിക്കുകയും അതുമൊരു ഹൃദ്രോഗിയാണ് എന്ന് അറിയിച്ചിട്ടുകൂടി അതൊന്നും മാനിക്കാതെ ടീച്ചറെ വേദനിപ്പിച്ച, ടീച്ചറെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പാകത്തിൽ ആക്കി തീർത്ത ആ വിദ്യാഭ്യാസ അധികാരിക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ഉറച്ച ആഹ്വാനവുമായിക്കൊണ്ടാണ് കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷന്റെ ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ധർണാ സമരം നടത്തപ്പെടുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ സിജു, ദേശീയ അധ്യാപക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്രൻ, KPST ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, സംസ്ഥാന സമിതി അംഗം ജോർജ് ജേക്കബ്, KSSTF ജില്ലാ സെക്രട്ടറി ദിബു ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. DE ഓഫീസിൽ നിന്നുമുണ്ടായ ദുരനുഭവത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഓഫീസുകളിലേക്കും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സംയുക്ത അധ്യാപക സമരസമിതി അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപത വിദ്യാലയങ്ങളിലെ അധ്യാപകർ, സംസ്കൃത അധ്യാപകർ, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ അധ്യാപകർ തുടങ്ങി നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുത്തു. പീരുമേട് താലൂക്കിലെ തകർന്നു വീഴാറായതും ചോർന്നൊലിക്കുന്നതുമായ ലയങ്ങൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പിനോടും ലേബർ കമ്മീഷണറോടും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമാധാന സംഘടനാ അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് സമർപ്പിച്ച നിവേദനത്തെ തുടർന്നാണ് നടപടി. പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്നതും നിലവിൽ പ്രവർത്തിക്കുന്നതുമായ തേയിലത്തോട്ടങ്ങളിലെ തകർന്നു വീഴാറായതും ചോർന്നൊലിക്കുന്നതുമായ എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസക്കാരായ തൊഴിലാളികളുടെ ദുരിത ജീവിതം കണക്കിലെടുത്താണ് ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് നിവേദനം സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലയങ്ങളുടെ നവീകരണം എത്രയും വേഗം പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവരൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംസ്ഥാന തൊഴിൽ വകുപ്പിനോടും അതോടൊപ്പം തന്നെ ലേബർ കമ്മീഷണർക്കും ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മറുപടി അയച്ചിരിക്കുന്നത്. എത്രയും വേഗം ഈ വിഷയം പരിഹരിച്ചുകൊണ്ട് ഇതിന് ഒരു മറുപടിയും കൂടി നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാലവർഷം ആരംഭിച്ചതോടെ ഏത് നിമിഷവും തകർന്നു വീഴാറായതും ചോർന്നൊലിക്കുന്നതുമായ എസ്റ്റേറ്റ് ലയങ്ങളിലെ തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്കും ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി നിവേദനം സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതിൽ സ്പെഷ്യൽ പ്ലാന്റേഷൻ ഓഫീസറുടെ മറുപടി മാത്രമാണ് ലഭിച്ചത്. വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടായതോടുകൂടി എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ.
വിവിധ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി തുടർന്നും സഹകരിക്കുമെന്ന് മലയാളത്തിന്റെ അഭിമാനം മോഹൻലാൽ. വയോജനങ്ങൾക്കുള്ള ഡയപ്പറുകൾ അഞ്ചുരുളിയിൽ തയ്യാറാക്കിയ ലൈബ്രറിയുടെ താക്കോൽ കൈമാറൽ എന്നിവ തൊടുപുഴയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മോഹൻലാൽ ചെയർമാനായ വിശ്വശാന്തി ഫൗണ്ടേഷൻ, EYGDS എന്നിവർ സംയുക്തമായിട്ടാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി സഹകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടത്തിയ CSR കോൺക്ലേവിനെ തുടർന്നാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ സഹകരിച്ചു തുടങ്ങുന്നത്. പദ്ധതിയുമായി തുടർന്നും സഹകരിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡുകൾക്കായി ഒരു റോബോട്ടിനെ സംഭാവന ചെയ്തു. കേരളത്തിന് പുറമെ കോയമ്പത്തൂർ, ചെന്നൈ, ധാരാവി തുടങ്ങിയ സ്ഥലങ്ങളിൽ കോവിഡ് പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളായി. ശുദ്ധജലക്ഷാമം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടനാട്ടിലെ എടത്വ 1-ാം വാർഡിലെ പ്രിയപ്പെട്ടവർക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഓട്ടോമേറ്റഡ് കുടിവെള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ വിശ്വശാന്തിക്ക് സാധിച്ചു. ഇതുവഴി 1000-ലേറെ ജനങ്ങൾക്ക് BIS നിലവാരത്തിലുള്ള ശുദ്ധമായ കുടിവെള്ളം നൽകാൻ കഴിയും. ടെക്നോളജിയുടെ സാധ്യതകൾ സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പ്ലാന്റാണ് ഇത്. അമൃത ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മു ആൻഡ് കാശ്മീർ, ലക്ഷദ്വീപ് തുടങ്ങിയ കേരളത്തിന് പുറത്തുള്ള നാടുകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിവരുന്നു. ഇതേറെ ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ, തൊഴിൽ രംഗങ്ങളിൽ ഒട്ടേറെ സഹോദരങ്ങൾക്ക് തുണയാകാൻ ഇതിനോടകം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ നമ്മുടെ ആദിവാസി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടർ ലാബുകളും നിർമ്മിക്കാൻ വിശ്വശാന്തി ഫൗണ്ടേഷൻ സാധിച്ചു. ആദിവാസി യൂത്തുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ട സഹായങ്ങൾ നൽകാൻ കഴിയുന്നതും വിശ്വശാന്തിയുടെ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നതിന്റെ ഉദാഹരണമാണ്. കേരളത്തെ ദുരന്തത്തിലാക്കിയ പാരിസ്ഥിതിക വെല്ലുവിളിയായിരുന്നു പ്രളയകാലത്ത്. നമ്മളാൽ ആവുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്നതും അഭിമാനപൂർവ്വം നോക്കുന്നു. വിവിധ NGO സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള സഹായം ഇടുക്കി ഒരു മിടുക്കി പദ്ധതിക്ക് തുടർന്നും ആവശ്യമുണ്ടെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. ഇടുക്കിയിൽ നിന്നും മാത്രമല്ല മറ്റ് സ്റ്റേറ്റിൽ നിന്നുമെല്ലാം ഉള്ള ഒരുപാട് NGOs പങ്കെടുത്ത ഒരു കോൺക്ലേവിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അവരെ അറിയിച്ചു. പലരും അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട മോഹൻ സാർ പറഞ്ഞ പോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനും നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എന്നോണമാണ് EYGDSന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നടത്തിയ ഈ ഒരു തക്കോൾദാനവും അതുപോലെ പാമ്പേഴ്സിന്റെ അതിന് ഒരു വിതരണവും നടത്തിയത്. നമുക്കെല്ലാം ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് രണ്ടും. നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 161 ട്രൈബൽ സെറ്റിൽമെന്റുകളുണ്ട്. ഇടമലക്കുടി ഉൾപ്പെടെ മറയൂര്, മാങ്കുളം തുടങ്ങി എല്ലാ മേഖലകളിലും ഒരുപാട് ട്രൈബൽ സെറ്റിൽമെന്റ് ഉള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. ഇവിടെയൊക്കെ നമുക്കറിയാം, നമ്മൾ ആഘോഷിച്ചു. അതിനുശേഷം ഒരുപാട് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾക്കും എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഒക്കെ അതിലൊരു പങ്കുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ഗ്രാമീണ പഠന കേന്ദ്രങ്ങൾ, മാനസിക ആരോഗ്യ പരിപാടികൾ, കരിയർ ഗൈഡൻസ്, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി വിവിധ മേഖലകളിലാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതി പ്രകാരം പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. പരിപാടിയിൽ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ S. നായർ, EYGDS ഹെഡ് വിനോദ്, വിശ്വശാന്തി മാനേജിംഗ് ഡയറക്ടർ മേജർ രവി, സജീവ് സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയായ മൂന്നാർ നയമക്കാട് പ്രഭാകരൻ അറസ്റ്റിൽ. എക്സൈസ് സംഘം കോയമ്പത്തൂരിൽ നിന്നുമാണ് പ്രഭാകരനെ പിടികൂടിയത്. വിവിധ എക്സൈസ് ഓഫീസുകളിലായി 8ഓളം അബ്കാരി കേസുകൾ പ്രഭാകരന്റെ പേരിൽ ഉള്ളതായാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പ്രത്യേക ടീമിനെ പ്രഭാകരനെ വലയിലാക്കുവാനായി നിയമിച്ചിരുന്നു. മൂന്നാർ നയമക്കാട് എസ്റ്റേറ്റിൽ വെസ്റ്റ് ഡിവിഷനിലാണ് മുമ്പ് പ്രഭാകരൻ താമസിച്ചിരുന്നത്. നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയാണിയാൾ. വിവിധ എക്സൈസ് ഓഫീസുകളിലായി 8ഓളം അബ്കാരി കേസുകൾ പ്രഭാകരന്റെ പേരിലുണ്ട്. പോലീസ് കേസുകൾ വേറെയും. കാപ്പ നിയമപ്രകാരം കുറച്ചുനാൾ പ്രഭാകരൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു. നിലവിൽ 3 അറസ്റ്റ് വാറണ്ടുകൾ പ്രഭാകരന്റെ പേരിൽ ഉള്ളതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിലവിൽ അയാളുടെ പേരിൽ 8ഓളം അബ്കാരി കേസുകൾ എക്സൈസിന്റെ വിവിധ ഓഫീസുകൾ എടുത്തിട്ടുണ്ട്. പോലീസിന് ഇയാളുടെ പേരിൽ കേസുകളുണ്ട്. കാപ്പ നിയമപ്രകാരം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. 3 അറസ്റ്റ് വാറണ്ടുകൾ ഇയാളുടെ പേരിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മധ്യമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ സാറിന്റെ നിർദ്ദേശാനുസരണം
ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയേന്ദ്ര സാറ് ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിരുന്നു. ആ ടീമിന്റെ കൃത്യമായ പ്രവർത്തനമാണ് നിലവിൽ അയാൾ എവിടെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയത്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം പ്രത്യേക ടീമിനെ പ്രഭാകരനെ വലയിലാക്കുവാനായി നിയമിച്ചിരുന്നു. ഈ സംഘത്തിന്റെ കൃത്യമായ പ്രവർത്തനമാണ് പ്രഭാകരൻ എവിടെയെന്ന് കണ്ടെത്താനും കോയമ്പത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കാനും സഹായിച്ചത്. ചെറുകിട മദ്യവിൽപ്പനക്കാരിൽ നിന്നും വ്യാജ മദ്യലോബിയുടെ തലപ്പത്തേക്ക് വളർന്നതാണ് പ്രഭാകരന്റെ ചരിത്രം. പ്രഭാകരൻ പിടിയിലായതോടെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട എക്സൈസ് സംഘം തുടർ നടപടികൾ ആരംഭിച്ചു. നെടുങ്കണ്ടം താന്നിമൂട്ടിൽ ഗ്രഹനാഥിനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. അമൃതഭവൻ സതീഷ് കുമാറാണ് മരിച്ചത്. പതിവ് പോലെ പ്രഭാത സവാരിക്കിറങ്ങിയതാണെന്നാണ് നിഗമനം. ഇദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലില്ലായിരുന്നു. ഹൃദയാഘാതമെന്നാണ് പ്രാഥമിക നിഗമനം. നെടുങ്കണ്ടം പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തോടൊപ്പം സുഹൃത്തും കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായിരുന്നു. ഇയാളാണ് മൃതദേഹം ആദ്യം കണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. 16 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതിയെ വണ്ടൻമേട് പോലീസ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. അണക്കര സ്വദേശി മുത്തുകുമാറാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രത്യേക അന്വേഷണ സംഘം 2 ദിവസമായി ചെന്നൈയിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചെന്നൈ പോരൂർ ഭാഗത്തു നിന്നുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വണ്ടൻമേട് സർക്കിൾ ഇൻസ്പെക്ടർ ഷൈൻകുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ KN, SCPമാരായ ജെയ്മോൻ, തോമസ് ജോർജ്, സൽജോമോൻ, രേവതി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി പീരുമേട്ടിൽ റിമാൻഡ് ചെയ്തു. മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം കനക്കുന്നു. ഡോക്ടറുടെ നിയമനം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 19-ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കും. സമരം INTUC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് ഉദ്ഘാടനം ചെയ്യും. മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധി ഉയർത്താൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി. വിവിധ ആദിവാസി ഇടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ഡോക്ടർമാരുടെ കുറവ് മൂലം താളം തെറ്റിയിട്ടുള്ളത്. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത്. ഡോക്ടറുടെ നിയമനം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 19-ാം തീയതി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കും. INTUC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് സമരം ഉദ്ഘാടനം ചെയ്യും. ഇടവിട്ട ദിവസങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്നും വന്നുപോകുന്ന താൽക്കാലിക ഡോക്ടർമാരുടെ സേവനമാണിപ്പോൾ മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമായിട്ടുള്ളത്. നിലവിൽ ഉണ്ടായിരുന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ സേവനം കൂടി ഇല്ലാതായതോടെയാണ് സ്ഥിരമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ലാത്ത സ്ഥിതിയായത്. കുറെ നാളുകൾക്ക് മുമ്പ് വരെ NHM ഡോക്ടറുടെ സേവനം കേന്ദ്രത്തിൽ ലഭിച്ചിരുന്നു. പിന്നീട് അതും ഇല്ലാതായി. പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം വേണ്ടവിധം ലഭ്യമല്ലാത്ത സ്ഥിതിയുള്ളത്. ചികിത്സാ സംവിധാനങ്ങൾ കാര്യമായി ഇല്ലാത്ത മാങ്കുളത്ത് ആദിവാസി മേഖലകളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ചികിത്സാലയമാണ് മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രം. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ജീവനക്കാരുടെ കുറവ് പരിഹരിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെ വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് തൊഴിലാളികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡിന്റെ എക്സ്റ്റൻഷനായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലാണ് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നതെന്നും തൊഴിലാളികൾ പറഞ്ഞു. നഗരസഭ, പോലീസ്, RT ഓഫീസ് എന്നിവിടങ്ങളിൽ നൽകിയ നിരന്തര പരാതി പരിഗണിച്ച് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് ബസ് സ്റ്റാൻഡിന്റെ മറുഭാഗത്ത് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഇതിനെതിരെയാണ് വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വന്നിരിക്കുന്നതെന്നുമാണ് തൊഴിലാളികൾ പറയുന്നത്. നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സ്റ്റാൻഡുകളിൽ പെർമിറ്റ് ലഭിച്ചവരും ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന പെർമിറ്റ് ഇല്ലാത്തവരുമായ 50ഓളം ഓട്ടോറിക്ഷകളാണ് പുതിയ സ്റ്റാൻഡിനുള്ളിൽ കയറി ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ഓട്ടം എടുക്കുകയും ചെയ്യുന്നത്. പുതിയ പാർക്കിംഗ് തുടങ്ങിയതോടെ ബസ് സ്റ്റാൻഡിനുള്ളിൽ കറങ്ങി നടന്നിരുന്ന ഓട്ടോറിക്ഷകളുടെ ശല്യം പരിഹരിക്കാൻ കഴിഞ്ഞതായും തൊഴിലാളികൾ പറഞ്ഞു. കട്ടപ്പന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാലങ്ങളായി അനുഭവിച്ചിരുന്ന ദുരിതത്തിന് പരിഹാരമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭ ട്രാഫിക് കമ്മിറ്റി കൈക്കൊണ്ടത്. ഇതിനെതിരെയാണ് ബസ് സ്റ്റാൻഡിലെ ചെറിയ വിഭാഗം വ്യാപാരി സുഹൃത്തുക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. CITU, INTUC, AITUC, VMS ഉൾപ്പെടെയുള്ള യൂണിയനുകളുടെ സമ്മതത്തോടെ നഗരസഭയിൽ നിന്ന് പെർമിറ്റ് ലഭിച്ചിട്ടുള്ള തൊഴിലാളികളാണ് ഞങ്ങൾ. എന്നാൽ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സ്റ്റാൻഡുകളിൽ ഒരുമിച്ച് വിരിച്ചവരും ദൂരപ്രദേശങ്ങളിൽ നിന്ന് പെർമിറ്റ് ഇല്ലാത്തവരുമായ 50ഓളം ഓട്ടോറിക്ഷകൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറി ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും അനധികൃതമായി ഓട്ടം എടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലനിന്നിരുന്നത്. ഒരു ബസ് വന്ന് ആളിറക്കുന്ന സമയത്ത് ഇരു ഡോറിനോടും ചേർന്ന് നിരവധി ഓട്ടോകൾ കയറ്റി നിർത്തി യാത്രക്കാരെ കയറ്റിക്കൊണ്ടു പോകുന്ന രീതി
ാണ് പുലർത്തിയിരുന്നത്. ഇതുമൂലം ഞങ്ങൾ ഓട്ടം ലഭിക്കാതെ വരികയും ഉപജീവനത്തിന് സാധിക്കാത്ത നിലയുമാണ് ഉണ്ടായിരുന്നത്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് കാണിച്ച് ഞങ്ങൾ നഗരസഭയിലും പോലീസിലും RTO ഓഫീസിലും നിരവധി തവണ പരാതികൾ നൽകിയിരുന്നു. ഞങ്ങളുടെ നിരന്തരമായ പരാതികളെ പരിഗണിച്ച് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന ട്രാഫിക് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡിന്റെ എക്സ്റ്റൻഷനായി ഒരു സമയം 5 ഓട്ടോറിക്ഷകൾ ബസ് സ്റ്റാൻഡിന്റെ മറുഭാഗത്ത് പാർക്ക് ചെയ്യുവാൻ അനുവദിച്ചു. കേരളത്തിലെ മറ്റൊരു ബസ് സ്റ്റാൻഡിലും നടക്കാത്ത രീതിയിൽ സ്വകാര്യ വാഹനങ്ങൾ സ്റ്റാൻഡ് കൈയടക്കുന്ന കാഴ്ചയാണ് കട്ടപ്പനയിലുള്ളത്. യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് സദാസമയവും ചീറിപ്പായുന്ന സ്വകാര്യ വാഹനങ്ങളും ചരക്ക് ലോറികളും ഉൾപ്പെടെ സ്റ്റാൻഡിനുള്ളിൽ കയറുന്നത് തടയേണ്ടതിന് പകരം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയുള്ള വ്യാപാരികളുടെ ഇടപെടൽ പ്രതിഷേധാർഹമാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സണ്ണി ജോസഫ്, ബേബി വർക്കി, മാത്യു PM, ഡിനു തോമസ്, PN സോമൻ, ബിജു G, പങ്കജാക്ഷൻ R തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വളറ കമ്പിലൈൻ മേഖലയിൽ കാട്ടാനയാക്രമണം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ രാത്രിയിൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരികെ പോയത്. പ്രദേശവാസികളായ പ്ലാങ്കോട്ടിൽ സുകുമാരൻ, കല്ലറയ്ക്കൽ ജോസ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങി നാശം വരുത്തിയത്. പ്രദേശത്ത് ഇടയ്ക്കിടെ കാട്ടാനകളുടെ ശല്യമുണ്ടാകാറുണ്ട്. ഒരു കൊമ്പനും 2 പിടിയാനയും ഉൾപ്പെട്ട സംഘമായിരുന്നു കൃഷിയിടത്തിലെത്തിയത്. രാത്രി 9 മണിയോടെ എത്തിയ കാട്ടാനകൾ അർദ്ധരാത്രിയോടെയാണ് മടങ്ങിയത്. കർഷകരുടെ വാഴയും തെങ്ങും അടക്കമുള്ള കൃഷിവിളകൾക്ക് വലിയ തോതിൽ കാട്ടാനകൾ നാശം വരുത്തി. വലിയ നഷ്ടമാണ് കർഷകർക്ക് ഇതിലൂടെ സംഭവിച്ചത്. വനംവകുപ്പ് കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. കാട്ടാനകൾ താൽക്കാലികമായി ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് എത്തുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് വാളറ കമ്പിലൈൻ മേഖല. കാട്ടാനകൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയാൻ വനാതിർത്തിയിൽ ഫെൻസിംഗ് തീർക്കണമെന്നും ആവശ്യമുണ്ട്. ബൈസൺ വാലി മേഖലയിൽ രാത്രികാലത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ടയറുകളും ബാറ്ററികളും മറ്റനുബന്ധ സാമഗ്രികളും മോഷണം പോകുന്നതായി പരാതി. ഓട്ടോറിക്ഷകളിൽ നിന്നും ലോറികളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ മോഷണം പതിവാകുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കി മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നാണ് ആവശ്യം. മൂന്നാർ മേഖലയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ബാറ്ററികളടക്കം മോഷണം പോകുന്നുവെന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബൈസൺ വാലി മേഖലയിലും രാത്രികാലത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ടയറുകളും ബാറ്ററികളും മറ്റനുബന്ധ സാമഗ്രികളും മോഷണം പോകുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത്. വീട്ടുമുറ്റത്തടക്കം നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മോഷണം നടന്നു. ഓട്ടോറിക്ഷകളിൽ നിന്നും ലോറികളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ മോഷണം പതിവാകുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. ബൈസൺ വാലി മേഖലയിൽ രാത്രികാലങ്ങളിൽ ഓട്ടോറിക്ഷയുടെ ബാറ്ററി മോഷ്ടിക്കുന്ന ആളുകൾ പതിവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. വഴി സൈഡിൽ നിർത്തിയിടുന്ന വാഹനങ്ങളുടെയും ലോറികളുടെയൊക്കെ ടയറ്, ബാറ്ററി തുടങ്ങിയ സാധനങ്ങളെല്ലാം നിരന്തരം ഇത് കുറേ കാലങ്ങളായിട്ട്, കഴിഞ്ഞ വർഷം വന്നു, ഈ വർഷവും വന്നു, ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ സ്ഥിരം മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെടുന്നു. മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. ടയറുകളും ബാറ്ററികളും ഒക്കെ മോഷ്ടിക്കപ്പെടുന്നതിലൂടെ വാഹന ഉടമകൾക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നതിനൊപ്പം ഉപജീവന മാർഗത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. ബൈസൺ വാലി മേഖലയിൽ രാത്രികാലത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുകയും മോഷണത്തിന് തടയിടുകയും വേണമെന്നാണ് ആവശ്യം. ഒപ്പം ഇതുവരെ നടത്തിയ മോഷണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മഹാത്മാ അയ്യങ്കാളിയുടെ 83ാമത് ചരമദിനം നവോത്ഥാന സ്മൃതി ദിനമായി ആചരിച്ചു. അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജ് ഉദ്ഘാടനം ചെയ്തു. 1941 ജൂൺ 18 77-ാം വയസ്സിൽ മഹാത്മാ അയ്യങ്കാളി അന്തരിച്ചു. നൂറ്റാണ്ടുകളായി അടിമത്തവും അസമത്വവും അനുഭവിച്ചു കഴിഞ്ഞ ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിയ അസമത്വത്തിനെതിരെ പോരാടാൻ അവർക്ക് നേതൃത്വം നൽകിയ അയ്യങ്കാളിയുടെ ജീവിതം കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായമായി നിലകൊള്ളുന്നു. അയ്യങ്കാളിയുടെ 83ാമത് ചരമദിനം നവോത്ഥാന സ്മൃതി ദിനമായിട്ടാണ് ആചരിച്ചത്. അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് സമരത്തിലൂടെ വിദ്യാഭ്യാസം പൊതുവാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ ശക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ആ ആശയം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്നും പ്രശാന്ത് രാജു പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഈശ്വരനായി അവതരിച്ചെങ്കിൽ ആ ഈശ്വരനാണ് അയ്യങ്കാളി എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും ജീവിച്ചിരിക്കുന്ന രക്തത്തിലെല്ലാം അലിഞ്ഞു ചേർന്നൊരു വികാരമാണ് അയ്യങ്കാളി.
ദിനാചരണത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VS ശശി അധ്യക്ഷനായിരുന്നു. KR രാജൻ, കുഞ്ഞുമോൻ VK, രാജു രാജീവ്, രാജു സുരേഷ്, മുഴിയങ്കൽ മായ ദേവരാജൻ, ബാബു VK തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ പ്ലാക്കാട് വളവിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം. കാറിൽ യാത്ര ചെയ്തിരുന്ന 5 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നും വണ്ടിപ്പെരിയാർ വള്ളക്കടവിലേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് ഡിസയർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. വണ്ടിപ്പെരിയാർ പ്ലാക്കാട് വളവിനു സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇതിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും കാർ ഇടിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് 2 ഒടിഞ്ഞു. അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന വെള്ളയാങ്കുടിക്ക് സമീപം വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആധുനിക രീതിയിൽ പാത നവീകരിച്ചതിനു ശേഷമാണ് അപകടങ്ങൾ പതിവായതെന്നും നവീകരണത്തിൽ അപാകതയുണ്ടെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 5ഓളം അപകടങ്ങളാണ് അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന വെള്ളയാങ്കുടിക്ക് സമീപം ഉണ്ടായത്. അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അടുത്ത നാളിലാണ് ഈ പാത നവീകരിച്ചത്. എന്നാൽ വളവുകളിലടക്കം റോഡിന് വേണ്ടത്ര വീതി എടുത്തിട്ടില്ല. പഴയ കലുങ്കുകൾ അതേപടി നിലനിർത്തിയാണ് നവീകരണം നടത്തിയത്. ഒപ്പം ഐറിഷ് ഓട നിർമ്മിക്കാത്തത് റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാവുന്നതായി നാട്ടുകാർ പറയുന്നു. മിക്കവാറും അപകടങ്ങൾ ഈ റോഡിലുണ്ട്. ഇപ്പം 3 അപകടം അടുത്തടുപ്പിച്ച് തന്നെ ഉണ്ടായി. മിക്കവാറും ഉണ്ടാവുകയാണ്. മെയിനായിട്ട് സ്പീഡ് റോഡിൻ്റെ കിടപ്പ് വശമായിട്ട് നോക്കുമ്പോൾ അത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് സ്പീഡ് ലിമിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ റോഡ് അതിൻ്റെ കാര്യങ്ങളോ എല്ലാം വ്യക്തമാക്കി. വൈകുന്നേരങ്ങളിലടക്കം ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്ന യുവാക്കൾ റോഡിൽ സാഹസിക പ്രകടനങ്ങൾ നടത്തുന്നതായും സമീപവാസികൾ പറഞ്ഞു. കാൽനട യാത്രക്കാർക്കടക്കം ഇത് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കണമെന്നും വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തം അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 4 ഇരുചക്ര വാഹന യാത്രികരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഈ ഗർത്തത്തിൽ അപകടത്തിൽപ്പെട്ടു. മഴക്കാലം ആരംഭിച്ചതോടെ റോഡിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളം കെട്ടിക്കിടന്ന് ഗർത്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്തു. ദേശീയപാത അധികൃതർ ഗർത്തം നികത്താൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. കുഴി ഞങ്ങൾക്ക് അപകടകരമായിട്ടൊരു കുഴിയാണ്. പ്രാവശ്യം ആക്സിഡന്റ് ഉണ്ടായി. മഴക്കാലത്ത് ടാറിംഗ് സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ മക്കുപയോഗിച്ചെങ്കിലും ഗർത്തം അടയ്ക്കണമെന്നതാണ് ആവശ്യം. അടിമാലി മന്നാംകാല മുസ്ലിം ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. അടിമാലി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിദ് മുഹമ്മദ് ഷെരീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്നാംകാല മുസ്ലിം ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുകയും CH ഇബ്രാഹിം ചെയർമാനായുള്ള 15-അംഗ നിർമ്മാണ കമ്മിറ്റി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുകയുമായിരുന്നു. സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. അടിമാലി ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് ഷെരീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നില്ലേ, അയാൾ വിശന്ന് കഴിഞ്ഞപ്പോൾ അയാൾക്ക് നീ ഭക്ഷണം കൊടുത്തോ? അയാള് ദാഹിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ദാഹം അകറ്റിയോ? അയാൾക്ക് വീടില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ നീ അയാളെ സംരക്ഷിച്ചു? ഇങ്ങനെ തുടങ്ങി അള്ളാഹു തആല ചോദിക്കുമ്പോൾ മനുഷ്യന് ഉത്തരം ഉണ്ടാവില്ല എന്നാണ്. അയാൾക്ക് നീ വെള്ളം കൊടുത്തിരുന്നെങ്കിൽ, അയാൾക്ക് നീ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ, അയാൾക്ക് വസ്ത്രം കൊടുത്തിരുന്നെങ്കിൽ, അയാൾക്ക് പാർപ്പിടം നൽകിയെങ്കിൽ എനിക്ക് നൽകിയതുപോലെ ആകുമായിരുന്നു എന്ന് റബ്ബ് പറയുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഓടക്ക സിറ്റി ഇമാം സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ അൽ ഹൈദറൂസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് നാസർ ചൂരുവേലി അധ്യക്ഷനായിരുന്നു. മന്നാങ്കാല ജുമാ മസ്ജിദ് ഇമാം അഷ്റഫ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി സുനീർ കാരിമറ്റം, അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, MPK ഹസൈനാർ, മക്കാർ പുളിക്കക്കുടി, സെയ്ദ് മൂലിത്തൊട്ടി, JBM അൻസാർ, SA ഷാജർ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ CH ഇബ്രാഹിമും വിവിധ ഉസ്താദുമാരും ചേർന്ന് താക്കോൽ കൈമാറി.
മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. റിതം 2K24 എന്ന പേരിൽ നടത്തിയ പരിപാടി ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിനായാണ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചത്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ 39 കുട്ടികളെയും +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ 45 കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. റിതം 2K24 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു. മുൻനിരയിൽ ഇന്നത്തെ താരങ്ങളായിരിക്കുന്ന മികച്ച വിജയം കൈവരിച്ച എല്ലാ കുട്ടികളെയും ഞാൻ ഈ അവസരത്തിൽ ഹാർദവമായി അനുമോദിക്കുന്നു. ഒരു കൈയടി കൊടുത്ത് നമുക്കവരെ അഭിനന്ദിക്കാം. സ്കൂൾ മാനേജർ ഫാദർ ജോസ് നരിത്തൂക്കിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ജോസഫ് മാത്യു, ഹെഡ്മിസ്ട്രസ് ജിജിമോൻ മാത്യു, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽവിൻ മേക്കാട്ട്, PTA പ്രസിഡന്റ് ജെയ്സൺ കെ ആന്റണി, MPTA പ്രസിഡന്റ് ശ്രീജ തങ്കച്ചൻ, സ്റ്റാഫ് സെക്രട്ടറി CB ജോസഫ്, പ്രോഗ്രാം കൺവീനർ ഫാദർ ടിനു പാറക്കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കരിക്കിൻമേട് ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികൾക്കായുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കുട്ടികൾക്കായുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത്. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ ഉൾപ്പെടെ പ്രഭാത ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ എത്തുന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. കരിക്കിൻമേട് ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് നിർവഹിച്ചു. മാലിന്യ സംസ്കരണ രീതിയിലായാലും നമ്മൾക്ക് കിട്ടുന്ന ഓരോ ചെറിയ പ്ലാസ്റ്റിക് പോലും വലിച്ചെറിയാതെ അത് നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കാനും മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കാനും അങ്ങനെ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതിനകത്തെല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കുന്ന നമ്മുടെ അധ്യാപകരുണ്ട്. എല്ലാവരെയും നന്ദിയോടുകൂടി ഈ നിമിഷം ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ പ്രഭാത ഭക്ഷണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. PTA പ്രസിഡന്റ് ജിനു VJ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം MJ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ അസിസ്റ്റന്റ് പ്രിൻസ് സെബാസ്റ്റ്യൻ, അധ്യാപകരായ ദിവ്യലക്ഷ്മി R, ബെക്സി A എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വൈസ്മൻ ക്ലബ് അടിമാലി ടൗണിന്റെ 10ാമത് ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം നടന്നു. സമ്മേളനം വൈസ്മൻ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് ഉദ്ഘാടനം ചെയ്തു. മരങ്ങാട്ട് റെസിഡൻസി ഓഡിറ്റോറിയത്തിലായിരുന്നു വൈസ്മൻ ക്ലബ് അടിമാലി ടൗണിന്റെ 10ാമത് ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനം വൈസ്മൻ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമ്മൾ തിരക്കുള്ള നമ്മുടെ സമയം, നമ്മുടെ ആ തിരക്കിൽ നിന്ന് കുറച്ച് സമയം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്നതിന് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം, മെക്കാനിക്കൽ ലൈഫ്, യാന്ത്രിക ജീവിതത്തിൽ നിന്നും നമുക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അതിൽ നിന്ന് വ്യതിചലിക്കാൻ നമുക്ക് സാധിക്കുന്നത്. വൈസ്മൻ ഡിസ്ട്രിക്ട് ഗവർണർ വർഗീസ് പീറ്റർ, സെക്രട്ടറി ജോൺസൺ തോമസ്, അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ഡോക്ടർ ബിജു ലോട്ടസ്, റോയി സെബാസ്റ്റ്യൻ, സിജോ പുല്ലൻ, സതീശൻ മാത്യു, അന്ന റാണി വർഗീസ്, ആനിയമ്മ സണ്ണി എന്നിവർ സംസാരിച്ചു. KK ശിവദാസ് പ്രസിഡന്റായും CJ രാജു സെക്രട്ടറിയുമായുള്ള പുതിയ ഭരണസമിതി ചുമതലയേറ്റു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ വെള്ളയാങ്കുടിയിൽ നിർമ്മിക്കുന്ന ഭവനരഹിതർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന് ഒച്ചിഴിയും വേഗം. 44ഓളം ഭവനരഹിതരായ കുടുംബങ്ങൾക്കായാണ് ലൈഫ് ഭവന പദ്ധതി വഴി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നത്. നിർമ്മാണത്തിന് ഇറക്കിയിട്ടിരിക്കുന്ന സാധന സാമഗ്രികളടക്കം നശിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പരാതിയുണ്ട്. വെള്ളയാംകുടിയിൽ ലക്ഷം വീട് കോളനിക്ക് സമീപം നഗരസഭ വിട്ടു നൽകിയ 50 സെന്റ് സ്ഥലത്താണ് ലൈഫ് പദ്ധതിയിൽ 5.21 കോടി രൂപ അനുവദിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഹൈറേഞ്ചിലെ ഭവന ഭൂരഹിതരായ 40ഓളം കുടുംബങ്ങൾക്കായിട്ടാണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. വെള്ളയാംകുടിയിലെ നിരവധി യുവാക്കളടക്കം കായിക പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന ഗ്രൗണ്ട് നികത്തിയാണ് ഫ്ളാറ്റ് നിർമ്മാണം. 2020 ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ 1ാം നിരയുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കുവാൻ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല.
ഇപ്പം ഈ പണി നിലച്ച സ്ഥാനത്ത് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ വന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, പിന്നെ തുരുമ്പെടുത്ത് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുക. അതായത് ലക്ഷക്കണക്കിനല്ലെന്ന് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത്, കോടിക്കണക്കിന് രൂപയുടെ സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കും ഇത് നികുതി പണം കൊണ്ടുണ്ടാകുന്ന സംഭവമാണ്. സാധാരണ പാവപ്പെട്ട മനുഷ്യൻ്റെ പോക്കറ്റ് വലിച്ചു കീറി ആ നികുതി പണം കൊണ്ട് പിന്നെ പാവങ്ങൾക്ക് വില ഉണ്ടാക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് വന്നാൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധികളോ ആര് വന്നാലും വ്യക്തമായിട്ട് കാണാം. ഇത് സ്ഥിരം ഇതിൻ്റെ അകത്ത് രാത്രിയിൽ അഴിഞ്ഞാട്ടക്കാരും കള്ളുകുടിയന്മാരും ഇവിടെ മദ്യപാനം കഴിച്ച് ചെയ്യാവുന്ന ഇവിടെ കിടന്ന് എന്തെല്ലാം നടക്കുന്നുണ്ടെന്ന് നമുക്ക് നേരിട്ട് വന്ന് കാണാൻ ധൈര്യമില്ല ഈ പ്രദേശത്തുള്ളവർക്ക്. എന്നാൽ ഒന്നാം നിലയുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കുവാൻ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിർമ്മാണ പ്രവർത്തനത്തിൽ തികഞ്ഞ അലംഭാവമാണ് ഉണ്ടാകുന്നതെന്നും ആരോപണമുണ്ട്. നിലവിൽ ചില ദിവസങ്ങളിൽ മാത്രം ഇവിടെ ചെറിയ തോതിൽ പണികൾ നടക്കാറുണ്ട്. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോഴും യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകുന്നില്ല. നിർമ്മാണത്തിനായി ഇറക്കിയിട്ടിരിക്കുന്ന സാധന സാമഗ്രികളെല്ലാം വെറുതെ കിടന്ന് നശിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. കൂടാതെ മദ്യപന്മാരുടെ കേന്ദ്രമായി ഇവിടം മാറിയിരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 179. വിൽപ്പനയ്ക്ക് വന്നത് 45,666. വിൽപ്പന നടന്നത് 44,718. കൂടിയ വില 2,957. ശരാശരി വില 2,368. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ. ഏലം കൂടിയ വില 2,400. ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 350. ഗ്രാമ്പു 975. കൊക്കോ 125. റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,620 രൂപ. വെള്ളി 96. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പന DE ഓഫീസിലെ അഴിമതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട വിവിധ സംഘടനകൾ DE ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം ഓഫീസിലെത്തിയ അധ്യാപികയോട് DEO മോശമായി പെരുമാറിയിരുന്നു. ഇതോടെയാണ് പ്രതിഷേധം ശക്തമായത്. പീരുമേട് താലൂക്കിലെ തകർന്നു വീഴാറായതും ചോർന്നൊലിക്കുന്നതുമായ ലയങ്ങൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പിനോടും ലേബർ കമ്മീഷണറോടും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നടപടി അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് സമർപ്പിച്ച നിവേദനത്തെ തുടർന്ന്. വിവിധ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുടെ ഉദ്ഘാടനം നടൻ മോഹൻലാൽ നിർവഹിച്ചു. പദ്ധതിയുമായി തുടർന്നും സഹകരിക്കുമെന്ന് അദ്ദേഹം. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ വെള്ളയാംകുടിയിൽ നിർമ്മിക്കുന്ന ഭവനരഹിതർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന് ഒച്ചിഴയും വേഗം. ലൈഫ് ഭവന പദ്ധതി വഴി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നത് 44ഓളം ഭവനരഹിതരായ കുടുംബങ്ങൾക്ക്. നിർമ്മാണത്തിന് ഇറക്കിയിട്ടിരിക്കുന്ന സാധന സാമഗ്രികളടക്കം നശിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പരാതി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.